Good morning students, welcome to our GS class. Today we are going to study standard 4 GS, the remaining part of chapter 5, our universe, and today's topics are rotation and revolution. Okay. The previous class we have already discussed about stars and planets. Today we are going to study the movement of the earth. The earth shows two types of movements. Okay, rotation and revolution. Let us learn more about rotation and revolution. The earth shows two types of movement. Rotation and revolution. അതായത് എർത്തിന് രണ്ട് ടൈപ്പ് മൂവ്മെൻ്റ് ഉണ്ട്, റൊട്ടേഷനും റെവല്യൂഷനും. ദ എർത്ത് ഓൾവേസ് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതായത് എർത്ത് അതിൻ്റെ ആക്സിസിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് കോസസ് ഡേ ആൻഡ് നൈറ്റ്. അതായത് നമ്മുടെ എർത്തിൻ്റെ ഈ സ്പിന്നിങ് മൂലമാണ് ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. ഓക്കെ, ദ ആക്സിസ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ഗോയിങ് ത്രൂ ദ എർത്ത് ജോയിനിങ് ദ നോർത്ത് ആൻഡ് ദ സൗത്ത് പോൾസ്. അതായത് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ആക്സിസ്? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ഗോയിങ് ത്രൂ ദ എർത്ത് ജോയിനിങ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ലൈനാണ്. അത് എർത്തിൻ്റെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനാണ് ആക്സിസ് എന്ന് പറഞ്ഞാൽ. ദ ആക്സിസ് ഓഫ് ദ എർത്ത് ഈസ് നോട്ട് വെർട്ടിക്കൽ ബട്ട് ഈസ് ടിൽറ്റഡ്. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. വാട്ട് ഈസ് റൊട്ടേഷൻ? ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. അതായത് എർത്ത് അതിൻ്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമി അതിൻ്റെ സാങ്കല്പികമായിട്ടുള്ള ആക്സിസിൽ കറങ്ങുന്നതിനെയാണ് അല്ലെങ്കിൽ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ദ എർത്ത് ടേക്സ് 24 hours to rotate 24 hours or 1 day to rotate about its axis. അതായത് എർത്ത് 24 hours എടുത്താണ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. 24 hours എന്ന് പറഞ്ഞാൽ 1 day, ഒരു ദിവസം. ഓക്കെ, നിങ്ങളെല്ലാവരും ഗ്ലോബ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഗ്ലോബിൽ നിങ്ങളതിൻ്റെ ആക്സിസ് കണ്ടിട്ടില്ലേ? ഓക്കെ, can you see this? This is globe and this is the axis. Axis എന്ന് പറഞ്ഞാൽ എന്താണ്? It is an imaginary line that connects or that join the north and south pole. അതായത് നോർത്ത് പോളിനെ സൗത്ത് പോളിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനാണ്. യഥാർത്ഥത്തിൽ ഇതുണ്ടോ? ഇതില്ല. ഓക്കെ, ഇത് ഒരു ഇമാജിനറി ലൈനാണ്. ഇതിനാണ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സിസിൽ ഈ എർത്ത് സ്പിൻ ചെയ്യുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. ദ എർത്ത് ടേക്സ് 24 hours ടു റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അതായത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എർത്തിന് 24 hours വേണം. ഓക്കെ, can you see this? At any time of the day, the half of the earth will receive light from the sun and will have day. The other half will be in darkness and will have night. അതായത് നമുക്കറിയാം ഭൂമിയുടെ ഈ റൊട്ടേഷൻ മൂലം at any time of the day the half of the earth will receive light. അതായത് ഭൂമിയുടെ
പകുതി ഭാഗത്ത് സൂര്യൻ്റെ പ്രകാശം നേരിട്ട് ലഭിക്കും. ആ സ്ഥലത്ത് ഡേ ആയിരിക്കും. ഓക്കെ, the half of the earth will receive light from the sun and will have day. The other half will be in darkness and will have night. അതായത് ഭൂമിയുടെ ഈ റൊട്ടേഷൻ മൂലം അതിൻ്റെ പകുതി ഭാഗത്ത് സൂര്യപ്രകാശം നേരിട്ടടിക്കുകയും ആ ഭാഗത്ത് ഡേ ആയിരിക്കും, പകലായിരിക്കും. അപ്പോൾ മറുവശത്ത് എന്തായിരിക്കും? ഡാർക്ക്നെസ് ആയിരിക്കും. ആ ഭാഗത്ത് രാത്രിയുമായിരിക്കും. നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് ഡേ ആകുമ്പോഴത്തേന് അമേരിക്കയിലുള്ളവർക്ക് നൈറ്റ് ടൈം ആയിരിക്കും. ഓക്കെ, അതെന്താണ്? അത് ഈ സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഭൂമിയുടെ പകുതി ഭാഗത്ത് ഡേ ആകുമ്പോഴത്തേന് മറുഭാഗത്ത് നൈറ്റ് ആയിരിക്കും. ഓക്കെ, the half of the earth will receive light from the sun and will have day. The other half will be in darkness and will have night. Okay. Can you see this? The direction of rotation of the earth causes day and night. അപ്പം ഡേയും നൈറ്റും, രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മുടെ എർത്തിൻ്റെ റൊട്ടേഷൻ മൂലമാണ് ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. ഓക്കെ, കണ്ടോ? സൺറൈസ് നേരിട്ട് കിട്ടുന്ന ഭാഗത്ത് ഡേ ആയിരിക്കും. നോർത്ത് പോളിൽ ഡേ ആകുമ്പോഴത്തേന് സൗത്ത് പോളിൽ അല്ലെങ്കിൽ നേർ പകുതി ഭാഗത്ത് നൈറ്റ് ആയിരിക്കും. ഓക്കെ, next is revolution. What is revolution? We know that the earth spins on its axis. It also moves around the sun. The orbit on which the earth travels around the sun is oval in shape. അതായത് നമ്മൾ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ എർത്ത് സണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? സോ ദ ഓർബിറ്റ് ഓൺ വിച്ച് ദ എർത്ത് ട്രാവൽസ് അറൗണ്ട് ദ സൺ ഈസ് ഓവൽ ഇൻ ഷേപ്പ്. ഓക്കെ, ഇപ്പോൾ എർത്തിൻ്റെ ഓർബിറ്റിൻ്റെ ഷേപ്പ് എന്താണ്? ഓവൽ ഷേപ്പാണ്. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ഓക്കെ, വാട്ട് ഈസ് റെവല്യൂഷൻ? ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. അതായത് നമ്മുടെ ഭൂമി സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് റെവല്യൂഷൻ. ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ഓക്കെ, മാറിപ്പോകരുത് റൊട്ടേഷനും റെവല്യൂഷനും. വാട്ട് ഈസ് റൊട്ടേഷൻ? ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഇസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് around the sun is called revolution. Okay, the earth takes 365 and 1/4 days to complete one revolution. അതായത് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എർത്തിന് 365 ആൻഡ് 1/4 ഡേയ്സ്, അതായത് 365 ദിവസം വേണം നമ്മുടെ എർത്തിന് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്തുമാത്രം സമയമെടുക്കും? 24 hours, അതായത് 1 day. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് 365 and 1/4 days. Okay, the earth is divided into 2 equal halves by an imaginary line called equator. The upper half is called northern hemisphere and the lower half is called southern hemisphere. Okay, this is equator. Can you see this? This is equator. Equator is an imaginary line. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമാജിനറി ലൈനാണ്. നമ്മുടെ എർത്തിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഇമാജിനറി ലൈനാണ് ഇക്വേറ്റർ. ദ അപ്പർ ഹാഫ് ഈസ് കോൾഡ്, അപ്പർ ഹാഫ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തിന് അപ്പർ ഹാഫിന് പറയുന്ന പേരാണ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ ലോവർ ഹാഫ് ഈസ് കോൾഡ് സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, വാട്ട് ഈസ് ഇക്വേറ്റർ? ഇക്വേറ്റർ is an imaginary line
that divides the earth into two equal halves. The northern or the upper half is called northern hemisphere and the southern half is called and the lower half is called southern hemisphere. Okay. As we learned, the earth axis is tilted at an angle, and as the earth moves around the sun, the axis remains tilted in same direction. The result of this is that the certain times of the year, the northern hemisphere inclined towards the sun and the southern hemisphere is away from it. And at other times, the southern hemisphere is inclined towards the sun and the northern hemisphere is away from it. Okay. The hemisphere which is inclined towards the sun gets sunrise directly and it's warmer than the other parts. It also has longer hours of daylight, longer days and shorter nights. This hemisphere has summer, while the other hemisphere, which is away from the sun, gets slanting rays from the sun and is cooler. It has shorter days and longer nights. It has winter. Okay. Can you see this? Seasons occur due to the revolution of the earth. അതായത് സീസൺസ് നമ്മൾ 3 മെയിൻ സീസൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സമ്മർ, വിൻ്റർ, മൺസൂൺ. അതായത് ഈ സീസൺസ് ഉണ്ടാകാൻ കാരണം നമ്മുടെ എർത്തിൻ്റെ റെവല്യൂഷനാണ്. When the sunrise falls directly on the northern hemisphere, it has summer, while the southern hemisphere has winter. അതായത് സൺറൈസ് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നേരിട്ടടിക്കുമ്പോഴത്തേന് അവിടെ എന്തായിരിക്കും? സമ്മറായിരിക്കും. ഓക്കെ. ആൻഡ് ദ സദേൺ ഹെമിസ്ഫിയർ ഹാസ് വിൻ്റർ. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ വിൻ്റർ ആയിരിക്കും. Okay. Similarly, when the sun's rays fall directly on the southern hemisphere, it is summer, and the southern hemisphere and winter in northern hemisphere. അതായത് ഇനി സദേൺ ഹെമിസ്ഫിയറിൽ നേരിട്ട് സൺറൈസ് അടിക്കുമ്പോഴത്തേന് അവിടെ സമ്മറും, സദേൺ ഹെമിസ്ഫിയറിൽ സമ്മറും നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററും ആയിരിക്കും. ദിസ് ഈസ് ഹൗ സീസൺ ഈസ് ഒക്കർ. ഇങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നത്. ദ സൺസ് rays fall directly on the equator throughout the year and therefore the day and night are equal at the equator. അതായത് സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് ഇക്വേറ്ററിൽ അടിക്കുമ്പോഴത്തേന് അവിടെ ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ. So this much for today. Let us recall once again. Today we are studying about the movement of the earth. The earth shows two types of movement: rotation and revolution. What is rotation? The spinning of the earth on its axis is called the rotation. Okay. Earth takes 24 hours to rotate. Okay. And in the case of revolution, the movement of the earth around the sun is called the revolution, and the earth takes 365 and 1/4 days to complete one revolution. Okay. So you study well. We will meet in